ഹായ് ഗായ്സ്, അങ്ങനെ കുറച്ച് ദിവസത്തെ തീർത്ഥാടനത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗായ്സ്. യെസ്, ഇനി ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. ഇതാണ് നമ്മളെ പാത്തുമ്മച്ചിനെ കണ്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി നമ്മള് കണ്ടിട്ട്? നല്ല വാങ്ങണ്ട് കാണാൻ. നോക്കി ദേഹത്തും വാങ്ങണ്ട്, ഇഞ്ഞക്കാട്ടി വാങ്ങും നിങ്ങളെ കാണാനാ. ഉമ്മനെ വിളിച്ച് കാണിച്ചു കൊടുക്ക. നല്ല ഭാഗണ്ടായാലും പോയോക്ക്. ഇങ്ങോട്ട് വന്ന് നോക്കി. നിങ്ങളിപ്പോ എന്താ കുറവ്? ആവുന്നില്ല, ഇപ്പോഴും സൂപ്പർ തന്നെ. നിങ്ങളല്ലേ കാട്ടി നിൽക്കുന്നുണ്ട് കാണാൻ. ഞങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ടാലേ ചോപ്പ്. നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാണ്ട് തന്നെ ചോപ്പാ. ചെയിനൊക്കെ നന്നാക്കിട്ടാ വീഡിയോയില് കാണാന്. കള്ളന്മാര് വന്ന് പിടിച്ചറച്ചാൻ കൊണ്ടോ. ഇതിന്റെ ലോക്കറ്റ് എന്താക്കി ഞാന് ഞാനാട് കഴിച്ചെച്ചിനെ അങ്ങനെ കഴിച്ചെടുത്തിട്ടോ ആരോടുക്കണ്ടു. ഞാനും ഓമണ്ടില്ല. ഞാൻ നേരെ വന്ന് ഫ്രിഡ്ജിലൊക്കെ എന്താ തപ്പി. ഇമ്മ ബാത്റൂം അല്ലേ? ഞാൻ വന്ന് നേരെ ഫ്രിഡ്ജിലൊക്കെ എന്താണെന്നൊക്കെ തപ്പി ഇവിടെ തൊയിച്ച് സാധനമൊക്കെ നെഴുത്ത് തൂത്ത് കേറിയപ്പോ തന്നെ ശകുന തൂത്ത്. പിന്നെ പുഡിങ് ഉണ്ടായി കുറച്ച്, അതൊക്കെ എടുത്ത് തിന്ന്. മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് തിന്ന്. ഇത് ഞാൻ വെൽക്ക് കൊണ്ടുവന്ന കേക്കാട്ടോ. അതിൽ അങ്ങ കേക്ക് കിട്ടിയില്ല. ഒരു കഷ്ണം തിന്നോക്കി, ഇങ്ങോട്ട് വരി. ഇല്ല, ഞാൻ തന്നെ എന്നിട്ട് ഒരു കഷ്ണം എടുത്ത് തിന്ന്. ഒരു കഷ്ണം കൂടി തിന്ന്. ഒരു കഷ്ണം, ചെറിയ കഷ്ണം നോക്കിമ്മ. വേണ്ട, വരി കൊണ്ടുവന്ന് ഞാൻ തന്നെ തിന്ന. മുത്തു ഗൾഫിൽ നിന്നിട്ടൊന്നും നിങ്ങൾ തിന്നില്ല. ഇനി നിങ്ങൾ വേണ്ടാന്ന് അറിയാല. നിങ്ങൾക്ക് വേണ്ടാന്ന് അറിയാല. നിങ്ങൾ ഉണ്ടാക്കണം അറിയോ? ഇനി നിങ്ങൾ വാങ്ങിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവര് കാണാണ്ട് ഇനി അങ്ങനെ ചെയ്യണേ. നല്ല ഇടിയന്നെ. ആരും അറിയണ്ട, നമ്മൾ രണ്ടാവില്ലാണ്ട് ആരും അറിയണ്ട. ഓക്കെ, ആരും അറിയണ്ട, നമ്മള് മാത്രം അറിഞ്ഞാൽ മതി. ഇതിൽ വെച്ചാൽ അത് മോളുണ്ട്, എന്തോ വീഡിയോ ഒക്കെ ചെയ്തോണ്ടിരിക്കുക, എഡിറ്റിങ്ങില്ല. ഞാൻ ഇപ്പൊ പോയി വന്നുകൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണ് എന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മക്കിന്ന് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, എടാ കല്യാണത്തിനായാലോ? നിങ്ങൾ കല്യാണത്തിനായിരുന്നോ? പക്ഷെ എവിടെയും പോകാൻ ഇഷ്ടല്ല. നമ്മൾ കുറച്ച് കുറെ കുത്തിന്നാലോ? ആകെ നമ്മളവിടെ സൽക്കാരത്തിന് മാത്രമേ വന്നില്ല. അതന്നെ ഞാൻ നിർബന്ധിച്ചു. അപ്പൊ ഉമ്മക്ക് എന്നോട് സ്നേഹമുണ്ട്, സ്നേഹം ഉണ്ടായിട്ട് വന്നതാ. ഇത് ഞങ്ങളെ ഇവിടുത്തെ ഇങ്ങനെ ചാരു കസാല. ഉമ്മക്ക് എന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മാത്രം വന്ന. ഉമ്മക്ക് ശ്വാസം മുട്ടുണ്ട്, എന്നിട്ട് ഉമ്മ എവിടെയും പോവില്ല. ഇത് ഞങ്ങളെ ചാരു കസാല. അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ചാല്, ഇത് ഷിമലെന്തോ ഇത് പോളിഷ് ചെയ്യാനായിരിക്കും. ഇവ കിടക്കാൻ നല്ല സുഖമുണ്ട്. പണ്ട് ഞങ്ങളെ വായിച്ചിട്ടുണ്ടായിട്ടാലേ എന്റെ അമ്മന്റെ ആട. ഞങ്ങളൊന്ന് ടൈമാ പോകുമ്പോ അങ്ങനെ കിടക്കണേ. എന്റെ ഉമ്മേന്റെ പാപ്പക്ക് ഞങ്ങള് കഥയൊക്കെ പറഞ്ഞ കുത്തിരിക്കണം. ഓ സൂര്യൻ സൺകിസ്ഡ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താ വെച്ചാല്, കണ്ണനല്ല അമ്മ, കണ്ടന്റ്. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താ വെച്ചാല്, ഹായ്, ഇതാണ് ആയിഷ് താത്ത. നമ്മളെ പെരുന്നാൾ കാണിച്ച ആയിഷ് താത്ത. ആയിഷുമാ വിളിക്കാന്ന് ഞാൻ പറഞ്ഞന്ന്. ആയിഷോന്നാ വിളിക്കേണ്ടിയേ? അല്ലോ, ചെറിയ കിളാക്കുഞ്ഞനാന്ന വിചാരം. ആണോ? ഭീമേമ്മേ അത് ശരി.
തോനെ കൂടിയില്ലേ 2-3 ദിവസം 4 അത് ശരി. ഞാൻ അതിന്റെ അടുക്കാടെ കുറ്റൂശൊക്കെ വന്നീനല്ലോ. ആ അത് നേരെ ഞങ്ങളിപ്പോ എല്ലാം കാണല്ലോ. ഞാൻ ഇവിടെ വേണമെന്നില്ല, എന്നെ അങ്ങനെ കാണാലോ ഇപ്പൊ. അങ്ങനെ ഞാൻ അമ്മനെ കാണാൻ പൂതിയപ്പോ ഇങ്ങ് പോന്ന്. ഇനി പോവില്ല, ഇനി നിങ്ങളടുത്ത് തന്നെ. ഇനി ഒരു 2 മാസം അടുപ്പിച്ചാട് നിന്നാലോ എന്നാ വിചാരിക്കുന്നത്. എന്താ നിങ്ങളെ അഭിപ്രായോ? കണ്ടോ, അതൊക്കെ ഇന്നലത്തെ പണി. ഇപ്പൊ എല്ലാം കാണലുണ്ടല്ലേ? ചാടിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി. ഞാൻ തന്ന് പുയിങ്ങി വെക്ക, നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരുന്നോ? ഓക്കെ. നമ്മക്ക് ഞാൻ വാങ്ങി തന്ന തുണിയേനു അല്ലേ? അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ അല്ല ഈറ്റാലന്നെ ഈറ്റാണെനിക്ക് തോന്നുന്നു. നിങ്ങക്ക് ഈ കളറു ഭീമക്ക് ഒരു പിങ്ക് കളറും. എനിക്ക് തോന്നുന്നു. നിക്കാനല്ല, പെരുന്നാളിനേക്ക് ഒരു ദിവസം നിക്കാ കഴിഞ്ഞാരാ. പിന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതാ തുണിയും കുപ്പായും തരോണ്ട് ഇനി വാങ്ങരുത്. അന്നേരം ഞാൻ വാങ്ങിയില്ല. ഉമ്മക്ക് ഇറ്റാ തുണി കൊറേ ഉണ്ട്. ഇറ്റാ തുണീന്റെ ആവശ്യക്കാരെങ്കിലും കമന്റ് ചെയ്യല്ലേ? ഉമ്മ കൊടുത്താളല്ലേ അമ്മ കുറച്ചൊക്കെ? കൊറിയർ അയച്ചിരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ ഞാൻ മയച്ചാന് ഞങ്ങൾ കൊടുക്കൂല, തൽക്കാണി ഓറ അടിക്കാനുള്ളതാ അല്ലേ അമ്മ? മാണ 1-2 കൊടുക്കല്ലേ അമ്മ ആവശ്യക്കാരുണ്ടെങ്കിൽ? ബാക്കി ഞങ്ങൾ തൽക്കാണി ഓറ അടിക്കാനുള്ള കേട്ടോ. ഇനി തുണിയില്ലേ, നിങ്ങളിപ്പോ ഫാഷൻ പോയി തുണിയൊക്കെ കൊടുത്താ ആരിടാ വാങ്ങാനത്? ഇതൊന്നും ഇപ്പൊ ഫാഷൻ ഇല്ല. ഞാൻ പറയുമ്പോ നിങ്ങള് നൈറ്റിയോ പർദ്ദ സാരിയൊക്കെ ആക്കി ചുരിദാറാക്കിയോ നമ്മള്? നമ്മക്ക് എന്റെ അടുത്ത് കൊറേ പേരും കുപ്പായുണ്ട്, അയച്ചാലാക്കിയാലോ? എന്താ നമ്മക്ക് എന്നാല് ചുരിദാറാക്കിയാലുണ്ട് അഭിപ്രായം? നിങ്ങക്ക് ഇഞ്ചൊരു 2 ചുരിദാർ തരാം. നിങ്ങളെടുക്കാ പോന്നേ? തുപ്പാൻ പോകാ? ഓക്കെ, നമ്മക്ക് ഇത് മേലെ തന്നെ അടുത്ത് പിടിക്കാം. ഉമ്മച്ചി മുറുക്കാൻ തിന്നലുണ്ട്. അത് ശരിയാ. റോഡ് നിങ്ങൾ എത്രാമത്തെ പ്രായത്തിലാ മുറുക്കാൻ തിന്നാൻ തുടങ്ങി? ഞാൻ പഠിക്കുമ്പോൾ. എത്രാമത്തെ വയസ്സില്? അത് 1.5 വയസ്സാ. 1.5 വയസ്സിലോ? 1.5 വയസ്സിൽ മുറുക്കാൻ ഞങ്ങൾ മരിച്ചു. എന്റെ 1.5 വയസ്സിലല്ല, കാദറിന്റെ 1.5. 6 മാസം ആകുമ്പോഴത്തേക്ക് അല്ല നിങ്ങൾ ഇപ്പോഴേ ചോദിക്കാൻ. ഹോട്ടൽ പണിക്കാ പോവുക. ഹോട്ടൽ എന്തേത്ത് പണിക്ക്? ഫുഡ് ഉണ്ടാക്കാനാ? അന്നേത്തെ കാലമൊക്കെ അരിക്കൊക്കെ വേണ്ടി. ശരിയാ, ആട്ടുകല്ലുമേല അരിക്കാനൊക്കെ. ആട്ടുകല്ലുമേലല്ല, അമ്മിമേലോ? അമ്മിമേൽ എന്താ അരിക്കല്? തേങ്ങ. തേങ്ങ. ഞാൻ വിചാരിച്ചു മറ്റേ മാവാണ്. എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ ഈ ഭാഗത്ത് തീരെ വരത്തില്ലല്ലോ. എന്നിട്ട് വലിയ ഏട്ടത്തിന്റെ പേരെന്താ? മനസ്സിലായി. ഇവിടെ ഞങ്ങൾക്ക് ഒരു ഭീമേമയും കൂടി ഉണ്ടായിരുന്നു. ഉമ്മന്റെ നിങ്ങളെ ഏട്ടത്തി അല്ലേ ഉമ്മ? ഉമ്മന്റെ ഏട്ടത്തി ഉമ്മാണ് ഇളയത്. ഭീമേമ മരിച്ചുപോയി. ഭീമ മരിച്ചിട്ട് ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ.
വിമയ മരിച്ചിട്ട് ഇപ്പൊ 40 കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോഴായി ഞങ്ങളെ കല്യാണം അല്ലേ അമ്മ? 10ന്റെ അന്ന് കല്യാണം. 10ന്റെ അന്നില്ലേ? 40 കഴിഞ്ഞ് 10ന്റെ അന്ന് ഞങ്ങളെ കല്യാണം. അതിനാണ് നമ്മൾ ഇവിടെ നാക്കാണ്ടെന്ന്. ഇവിടെ നമ്മൾ വലുതാക്കിയൊന്നും കഴിച്ചില്ല അല്ലേ അമ്മ? എന്നാലും തരം ആൾക്കാർ വന്നിട്ടില്ലേ പ്രതീക്ഷിക്കാണ്ട് എന്നെ കാണാൻ എന്നുള്ള ആഗ്രഹവുമായി. എന്നെ കാണാൻ എന്നുള്ള ആഗ്രഹവുമായി. അപ്പോഴാണ് എനിക്ക് ഇത്രക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോന്ന് പറഞ്ഞേ. അങ്ങനെ കൊറേ ആൾക്കാർ വന്നീനും. ഇവിടെ ഇരിക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ കയറി ഇരിക്കാം. നിങ്ങൾക്ക് എന്നെ കാണാൻ പുതിയായോ? ഞാൻ ആ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോണ്ടീനും. ഇവിടുത്തെ വെസ്പ നമ്മളാടായനും അന്നപ്പോ ആടുന്ന് ഇങ്ങോട്ട് വെയിലടിച്ചിട്ട് നിങ്ങളെ കാണില്ല. കാലിൽ കാണിക്കാൻ പോണപ്പോ കുറച്ച് അധികം ആക്കുന്നുണ്ട്. നാടനൊന്നും കുടിച്ചാ മാറൂലമ്മ. എന്റെ കാലിന് ചെറിയൊരു അലർജി ഉണ്ട് ഗായ്സ്, അതാണ് അമ്മ ചോദിക്കുന്നത്. ഇതോ വരട്ടിപ്പിത്താണ് അമ്മ പറയുന്ന കാലിന്. അത് മാറ്റാൻ ഞങ്ങൾ നാടൻ മരുന്ന് കാണിക്കാൻ പോവും അല്ലേ അമ്മ? ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നതിൽ എന്തേത്താന്നറിയോ പറയുന്നമ്മ? എനിക്ക് എന്റെ ഫ്രണ്ട്സും കുറച്ച് ആൾക്കാർ, എന്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് കല്യാണത്തിന് കുറച്ച് ഗിഫ്റ്റ് തന്നീനു. ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ്, ചെറിയൊരു മാല, പിന്നെ ഒരു മോതിരം, അങ്ങനൊക്കെ. അത് നമ്മൾ കാണിച്ചു കൊടുക്കാം അവർക്ക്. ഞാനത് എടുത്തിട്ട് വരാം കേട്ടോ. നിങ്ങൾ ഇവിടെ കുത്തിരിക്കേ, നിങ്ങൾ പോലെ കേട്ടോ. ഓക്കെ, ഞാൻ എടുത്തു വരാം ഗൈസ്. ഇന്ന് ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. ചേച്ചി ഞാൻ ഹോം ടൂറായിട്ട് വരുന്നതായിരിക്കും. അതിന് മുന്നേ ഇത് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബോക്സ് ഒന്നും എടുത്തിക്കില്ല. അതിനുവേണ്ടി അങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ അവിടെ കുത്തിരിക്കി നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾക്ക് ഓരോന്നോരോന്നായി കാണിച്ചു കൊടുക്കും അല്ലേ? ഞാൻ തീരെ എല്ലാം ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടി തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്റെ ഫ്രണ്ട്സ് ഒരു ദിവസക്ക് ഒരു പരിപാടി വെച്ച് കല്യാണത്തിന് മുന്നേ കേക്കൊക്കെ മുറിച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അതിന്റെ ഇടയിൽ എനിക്കൊരു സാധനം കൂടി തന്ന്. അത് ഇല്ല, എല്ലാം ഒന്നും കൊണ്ടെടുക്കൂല. ഈലിട്ട് ഇങ്ങനെ തന്നപ്പോ ഞാൻ നെട്ടിപ്പോയി. ആദ്യം ഞാൻ വിചാരിച്ചു റിങ് അയക്കൂന്ന്, മോതിരം അയക്കൂന്ന് വിചാരിച്ചിട്ടമ്മ. പക്ഷെങ്കിൽ മോതിരല്ലമ്മ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതന്നെ ഇത് കൈമ കെട്ടും. നിങ്ങൾ കൈമൽ വെച്ച് കാണിച്ചു കൊടുക്കട്ടെ. എല്ലാം ഒന്ന് ഉമ്മേന്റെ കൈമൽ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? എനിക്ക് മോഡല് ഇല്ലായിട്ട് ഞാൻ എന്താക്കൂ വിചാരിച്ചേ ഇങ്ങനെ വീഡിയോ കാണിച്ചു തരാം. അമ്മ കുറച്ച് താത്തിക്ക് കൈ. ഇതാണ് ബ്രേസ്ലെറ്റിന്റെ ഫ്രണ്ട്സ് തന്നെ. ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ട് പോലും ഇങ്ങോട്ട് എടുത്ത് തന്ന് ഞാനാകെ നെട്ടിപ്പോയിമ്മ. ഇമ്മണ്ട് എക്സ്പ്രഷൻ ആണമ്മ. ഫ്രണ്ട്സ് കാണണ്ട, ഇത് പൊന്നല്ല എന്നൊക്കെ പറയുന്ന കിട്ടോ. അതിന് വേറെ കാണിച്ചു തരാം. അപ്പൊ ഇത് നമുക്ക് ഇവിടെ വെക്കാം. ഇതിന്റെ ഡിഗ്രി ഫ്രണ്ട്സ് തന്നാട്ടോ ഗൈസ്. ഇതാണ് ബ്രേസ്ലെറ്റ്. ഓക്കെ, അടുത്തത് നമ്മക്ക് അടുത്തത് ചേടേ. ഇതിന്റെ ഒന്നും പാത്രം ഇല്ലാത്തതിനോട് എല്ലാം ഞാൻ ഒന്നിലിട്ടാട്ടോ കാണിക്കുന്നത് ഗൈസ്. ചേടേ, ഇതാണ് അടുത്തത്. ഇതിന്റെ തൊട്ടടുത്തുള്ള ചേച്ചി വന്നതാട്ടോ. കണ്ടോ? ഇത് ഞാൻ വിചാരിക്കാണ്ട് കിട്ടിയ. ഇത് കിട്ടുന്നപ്പോ സങ്കടായി. മറ്റോട്ടന്നപ്പോ സങ്കടായി. ഇതൊക്കെ കണ്ണിന്ന് വെള്ളം വന്നു ഇമ്മാക്ക്. സങ്കടായിട്ട് സന്തോഷം കൊണ്ട് നിങ്ങളെ കൈമലിട്ട് കാണിച്ചു കൊടുക്കട്ടെ. അതാ വീണോയി. ഞാൻ എടുക്കാം. നിക്കി ഞാൻ എടുക്കാം.
കുട്ടിൻ്റെ ഓരോ കളി കാണിക്കി വിരല് കാണിക്കുമ്മ വെള്ളി കാണിച്ചു. ഇത് ഇത്രേ കേറും ഉമ്മക്ക്. വീഡിയോ വെക്കാം, വീഡിയോ. ചേട്ടേ ഇതാണ് മോതിരം, ചേച്ചി തന്ന മോതിരം. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്ക, കല്യാണത്തിന് കിട്ടിയ. എന്റെ കൈമ കൊണ്ടോളെ. ഓ ഇതൊക്കെ ഭാഗം നിങ്ങൾക്ക് ഇവിടെ എത്തിയുള്ളൂല്ലേ. നാടല്ലേ. ആ ഇതാണ് ചേച്ചി തന്ന മോതിരം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിക്കണ്. ഞാൻ ഇടുന്ന ടൈപ്പ് പെണ്ണുമ്പട്ടിയല്ല ആണ്. അപ്പം ഓക്കെ, ഇത് ഇനി വെക്കാം. ഇനി അടുത്തത് ഗിഫ്റ്റ് കിട്ടിയ ഫ്രണ്ട്സും അങ്ങനെ ഒക്കെ തന്നെ കാണിച്ചു കൊടുക്ക എല്ലാവർക്കും. ഇനി ഇതാണ്. ഇനി അടുത്ത കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ വെച്ച് കാണിക്കാം കേട്ടോ ഗൈസ്. ഇത് നമ്മളെ ഐസ് താത്ത, അടുത്ത താത്ത നിങ്ങൾ കണ്ടിണ്ടാവും. ചെറേ ഇതാണ് ഇഞ്ചെ മൂത്താപ്പന്റെ മോള് തന്നത്. ഓളും എന്റെ ഫ്രണ്ടാട്ടോ. ഓളെ കൈമണ്ണ നോക്കി വീഡിയോ എടുക്കുക. ഇതമ്മന്റെ വിരലമേലിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഉമ്മക്ക് പറ്റൂട്ടോ. അതാ മറ്റേ കുറച്ചേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇതേ ഞാൻ നടുവിരലിനടല് അന്നപ്പോ നിങ്ങൾക്ക് പറ്റൂ. ഞാൻ മറ്റേ മോതിരവിരലിനാ. അപ്പൊ ഇതാണ് ഗായ്സ് എന്റെ മൂത്താപ്പന്റെ മോള് വന്നത്. ഇത് 18-ാം തീയതി നമ്മളെ പരിപാടിന്റെ ഇടയിൽ ഒളിക്കി തന്ന. ഇതും ഞാൻ സർപ്രൈസ് ആയി. എല്ലാരും തന്നു ഞാൻ സർപ്രൈസ് ആയിക്ക്. ഭയങ്കര സന്തോഷായി. എല്ലാരും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല രസമല്ലേ കാണാനുമ്മ? എല്ലാ രസമല്ലേ? നമുക്ക് ഇതിൽ തന്നെ വെക്കല്ലോ. ആ ഈ മോതിരോ ഇതിന്റെ അടുത്തുള്ള ചേച്ചി വന്നേനു. ഓ ഇപ്പൊ നല്ല റേറ്റ് ഉള്ള സമയമല്ലേ ഗോൾഡിന്. അത് ബ്രേസ്ലെറ്റ് അതിന്റെ ഫ്രണ്ട്സ് തന്നാ കോളേജ് പഠിച്ചേ. ഇനി അടുത്ത ഞാൻ കാണിച്ച ഇത് നമ്മൾ കാണിച്ച് അത് കാണിച്ച് ഇനി നമ്മൾ ഇത് എടുത്തൊക്കെ. ഓ കാതിലിടല്ല, കാതിൽ തൈലുണ്ട്, ഞാൻ ഇടല്ല. ഉമ്മക്ക് ഇഷ്ട കുത്തണത്. പക്ഷെങ്കിൽ അങ്ങനെ കുത്തുമ്പോ ഇനി അടുത്തത് നമുക്ക് കാണാം. ചരൻ്റെ ഇതൊരു ഹാൻഡ് ചെയിൻ ആണ് ഗായ്സ്. ഇതിക്ക് താത്ത തന്നാണ്. ആ ഇത് ഉമ്മച്ചിക്ക് ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടക്കി ഇതാണ് താത്ത തന്ന ഹാൻഡ് ചെയിൻ ഗായ്സ്. ആ രസല്ലേ? ഇത് നല്ല മോഡലില്ലേ? അമ്മക്ക് ഇഷ്ടപ്പെട്ടോ? ഐസ് താത്തക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ന് കല്യാണത്തിനല്ല നിങ്ങക്ക്? അമ്മക്ക് ഓ അങ്ങക്ക് പോണം. ഉമ്മ പോയില്ലോ. ഇതാണ് താത്ത തന്നത് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനിയാണ് വേറൊരു സാധനം. ഞാൻ കൊറേ കാലം വാങ്ങണം വിചാരിച്ച ഒരു സാധനം. എന്നോട് തന്നെ മറന്നു പോയൊരു സാധനമാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. അതിന് ഇവിടെ ഒരു സ്റ്റോണൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്കൊക്കെ ഉണ്ട്. ഓക്കെ ഇതാണ് ഇത്. ഇതിന്റെ ഒക്കെ ബോക്സ് എന്നോട് വീട്ടിലായി പോയി എടുക്കാൻ ഞാൻ എല്ലൂടിയിലിട്ടാ കൊണ്ടുവന്ന്. ഓക്കെ ഇനി നമുക്ക് അടുത്ത് ഗൈസ് ഇനിയാണ് മെയിൻ സാധനം, എൻ്റെ ഫേവറേറ്റ് സാധനം. ഇത് ഞാൻ പണ്ട് ഹിന്ദി സീരിയലൊക്കെ കാണൽ, സ്വയംവര സീരിയലൊക്കെ കണ്ടോൽക്ക് അറിയാൻ പറ്റും. അതിൽ ഓൽക്ക് ഉണ്ടാകുന്നൊരു മാല ഉണ്ട്, ഓല് താലിമാല പോലത്തെ. ആ സാധനമാണിത്. ഞാനും എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ സീരിയൽ കാണുന്ന സമയത്ത് പറയാൻ എനിക്ക് അങ്ങനത്തെ മാല വേണം. ഫ്രണ്ട് പറഞ്ഞാൽ എൻ്റെ ചാപ്പൻ്റെ മോള് കേട്ടോ. അങ്ങനെ പക്ഷെ എന്നോട് അത് മറന്നു പോയി കേട്ടോ. ആ ചാപ്പൻ്റെ മോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആണ്. അന്നപ്പം ഓളത് മറക്കാണ്ട് എനിക്ക് കല്യാണത്തിന്റെ തലേന്ന് കൊണ്ടു തന്നെ. അപ്പൊ ഞാൻ സൂപ്പർ ഹാപ്പി ആയി. ഞാൻ മറന്നിട്ട് ഓള് മറന്നില്ല. ഞാൻ വിചാരിച്ച എന്റെ മഹർ ഇങ്ങനത്തെ ആക്കിപ്പിക്കണം എന്നതിനും.
എന്നിട്ട് അതിന് വലിയ മേരാതി അങ്ങോട്ടാക്കും. അതന്നെ. അപ്പൊ അങ്ങനെ അതാണ് വലിയൊരു സീന്. അതെ. അപ്പം ഇതാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗിഫ്റ്റ് ഗൈസ്. എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ബട്ട് ഞാൻ ആഗ്രഹിച്ച് മറന്നുപോയൊരു സാധനം, ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കിട്ടിയത് ഇതാണ്. കണ്ടോ? ഇത് മട്ട് കാണിച്ചു കൊടുക്കുന്നോ? അതിങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇട്ടോളുന്നുണ്ട്. അപ്പൊ ഇതും നിങ്ങൾക്ക് ഏതാണ് ഞാൻ കാണിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാം. ഞാൻ അത് കാണിക്കാൻ ഞാൻ മറന്നില്ലായിരിക്കും. ഇത് ഞാൻ എടുത്തു നോക്കട്ടെ. വേറെ ഒരു ഫേവറേറ്റ് സാധനം കാണിച്ചത് ഗൈസ്. ഇത് ഞാൻ ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങിയാണ്. നല്ല രസമല്ലേ കാണാൻ? അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇന്റെ മോഡലിനെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. പുതിയ മോഡലിനെ ഇനി ഞങ്ങള് ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ അമ്മ ബായ്. അപ്പൊ ബായ്. ഇനി ഞങ്ങൾ അമ്മ ചായ കുടിച്ച് ഇനി ആയസ്ഥാതൊക്കെ ചായ ഒക്കെ കൊടുക്കട്ടെ. അപ്പൊ ഓക്കെ ബായ്. ആയസമ്മക്ക് ചായ കൊടുക്കട്ടെ. അപ്പൊ ഓക്കെ ബായ് ഗായ്സ്. എന്റെ പേര് വെറും ആയിഷയായിരുന്നു ആദ്യം. ഞാൻ കൊരങ്ങാട് സ്കൂളിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ 4 ആയിഷ ഉണ്ട്. 4 ആയിഷമാർക്ക് ഒരാഴ്ച നോക്കി എല്ലാവരും പോകും. അപ്പൊ അതിനെ കൊണ്ട് ടീച്ചർ ഇട്ട പേര്. പിന്നെ ആ പേര് എങ്ങനെ ടീച്ചറിട്ടെ? ഐഷും. ഓക്കെ ഓക്കെ. ഒരാളുടെ ഐഷാബി. ഐഷാബിക്ക് വേണ്ട. ഏടാ മോട്ടോർ സൈക്കിൾ സ്വന്തം അതിലൊരു മോട്ടോർ സൈക്കിൾ അങ്ങനത്തെ പോയതൊക്കെ പറയില്ല അമ്മന്നറിയില്ല. ഞങ്ങളമ്മ സൂപ്പറാണ്. ഇനി മുന്നോട്ട് ഞങ്ങളെ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് ഈൽക്കും വലിയ കൂടി ഒന്നുകൂടി ഉണ്ടായിരുന്നു. അത് പോയി ഞങ്ങളെ വിട്ട്. നിങ്ങളെല്ലാം ദുആയിരിക്കും ഞങ്ങളെ ഭീമേന്റെ കബറ് സ്വർഗാക്കാനല്ലേ. ഞങ്ങളെ സൂപ്പർ ഭീമയമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു ഭീമയം എനിക്ക് എല്ലാത്തിനും എന്റെ ഒപ്പരം ഉണ്ടാവും. അതന്നെ കൊറേ പൂതിന്റെ ഇന്നെ കൈ പിടിച്ച് കയറ്റാൻ. ഞാൻ എപ്പോഴും വരുമ്പോ പറയേനും നീ ഇങ്ങോട്ട് ഇങ്ങ് കേറിക്കോ, കല്യാണം കഴിയാൻ കാത്തുക്കണ്ട, അങ്ങോട്ട് ഇങ്ങ് കേറിക്കോ. അങ്ങനെ ഭീമയം മരിച്ചെന്നാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് കേറിയത് ഗൈസ്. ഞാൻ കല്യാണത്തിന് കയറാൻ കാത്തുനിന്ന് അങ്ങനെ കയറി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കഥ. ഇനി ബാക്കി കഥയിൽ നമ്മളെ ഹോം ടൂറും ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.